SmileyTrips.com, India's #1 travel and tourism company. ഇപ്പോഴിതാ ഇന്ത്യയിലൊട്ടാകെയും വേൾഡ് വൈഡ് ലൊക്കേഷനുകളിലും SmileyTrips.com വെറും 10 മുതൽ 15 ലക്ഷം രൂപ വരെ മാത്രം ചിലവാക്കി നിങ്ങൾക്കും നിങ്ങളുടെ പ്രദേശത്തെ SmileyTrips.comന്റെ ഷോറൂം ആരംഭിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് SmileyTrips.comന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഞാൻ നേരത്തെ ചേച്ചിയുടെ ഇന്റർവ്യൂസിൽ കണ്ട ചേച്ചി കുറെ നാൾ ആരോടും ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഒരു ലെസ്ബിയൻ ആ ഒരു കാര്യം ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോ കേരളത്തിൽ ഒരു അക്സെപ്റ്റൻസ് എങ്ങനെയാ ശരിക്കും? ലൈക്ക് നമ്മുടെ അച്ഛൻ അമ്മമാർക്കൊക്കെയാണ് ഇപ്പോഴും മേ ബി ദേ വിൽ ബി സപ്പോർട്ടീവ് ഓഫ് സംബഡി എൽസ്. പക്ഷെ അവരുടെ സ്വന്തം കുട്ടിയാകുമ്പോഴാണ് they can't accept it. ആവില്ല, മേ ബി അത് കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും 10 years ഒക്കെ മേ ബി എടുക്കുമായിരിക്കില്ല. ഞാനും അതിങ്ങനെ ആലോചിക്കുകയായിരുന്നു. എൻ്റെ ഇൻബോക്സിൽ തന്നെ ഒരുപാട് മെസ്സേജ് ഉണ്ട്, ചേച്ചി ഞാനും ഇങ്ങനെയാണ്, പക്ഷെ എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ ആരുമില്ല, ഞാൻ എൻ്റെ പാരൻസിനോട് ഞാൻ എന്ത് പറയും, പാരൻസിനോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പുറത്താക്കും. Somebody hurts you or says something rude or hurts your feeling, it's usually because they themselves are not secure, they are not happy within themselves. So instead of getting defensive and giving it back to them, say, may God bless you. Adu pannitanga poikko. Then they are the ones who have to reflect on what they just said. Coming to your partner, Amrita Sri. Ipo ee Big Boss ഒക്കെ കഴിഞ്ഞപ്പോ ആളുടെ റിയാക്ഷൻ എന്തായിരുന്നു ആക്ച്വലി? ഒരു 1 month ഒക്കെ ആയിരുന്നപ്പോൾ she started thinking മതി, ഇറങ്ങി വന്നോട്ടെ, ഇറങ്ങി വാ എന്നൊക്കെ പറയാൻ തുടങ്ങി. She stopped watching it at some point because it was too much for her. She missed me so much. She saw that I wasn't like myself. Like എനിക്ക് കുറച്ച് അഡ്വൈസ് ഡോക്ടർ റോബൻ ഒരുപാട് സഹായിച്ചു എന്നെ ആദ്യമൊക്കെ. ലൈക്ക് ആ പാവയുടെ ഒരു കേസ് ഉണ്ടായിരുന്നല്ലോ, അതിൽ ഞാൻ നവീൻ ചേട്ടൻ്റെ പാവ എടുത്തു, ഞാൻ ഇസ്കി കൊണ്ടുപോയി. പിന്നെ എനിക്ക് ഗിൽറ്റ് ഫീലിംഗ് വന്നു, അയ്യോ ഇതെന്റെ പാവ അല്ലല്ലോ, അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ തന്നെ തിരിച്ചു കൊടുത്തു. എന്നിട്ട് ഡോക്ടർ റോബൻ എന്നെ സൈഡിലേക്ക് വിളിച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല, ദിസ് ഇസ് എ ഗെയിം, ഇറ്റ്സ് എ കോമ്പറ്റീഷൻ, if you should fight for what you deserve and you should be strong with it. Welcome to Milestone Makers. Let's talk with Parvathy. അപ്പോൾ today I'm very happy and proud because ഇന്ന് ഞാൻ Let's Talk പാർവതിയിൽ സംസാരിച്ചിരിക്കാൻ പോകുന്ന ആളെ കുറിച്ച് പറയാനാണെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം ആളെ പറ്റിയിട്ട്. അത് ആള് തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു ഐഡന്റിറ്റി ആണെന്ന് ഓർക്കുമ്പോഴാണ് നമുക്ക് മലയാളികൾക്കും കുറച്ചും കൂടെ പ്രൗഡായിട്ട് തോന്നുക. ബിക്കോസ് ആളെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മലയാളികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന നമ്മുടെ ഒരു ഇംഗ്ലീഷ് ടീച്ചറാണ് ആള്. അതുപോലെ തന്നെ 3ാമത്തെ വയസ്സിൽ കേരളത്തിലോട്ട് വന്ന് 10th സ്റ്റാൻഡേർഡ് വരെ ഇവിടെ പഠിച്ച് ആൾ ഇവിടുത്തെ കൾച്ചർ, ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് തിരിച്ച് ആളുടെ ഓൺ സ്ഥലത്തേക്ക് പോയി അവിടുത്തെ കുറേ ഇഷ്യൂസ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്ത് ലൈഫിൽ ഇന്ന് വന്ന് നിൽക്കുന്നത് ഭയങ്കര വലിയൊരു സ്റ്റേജിലാണ്. ഒരു ഓൺ എന്റർപ്രണർ ആണ്, നമ്മളെ മലയാളീസിനെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരാളാണ്, നമ്മുടെ സ്വന്തം അപർണ മൽബറി. അപർണ ചേച്ചിയാണ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച്. എന്ത് നല്ല ഇൻട്രൊഡക്ഷൻ ആയിരുന്നു ഇത്, നല്ലപോലെ പഠിച്ചിട്ട് വന്നതാണ്. യെസ്, വെൽക്കം ടു ദി ഷോ. നൈസ് ടു മീറ്റ് യു പാർവതി. കുറേ ഇന്റർവ്യൂസ് കണ്ടിട്ടുണ്ട്, ഐ എം സോ ഹാപ്പി നേരിട്ട് ഫൈനലി ആയിട്ട് കാണാൻ. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇന്നൊരു മലയാളി കുട്ടിയായിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത്, ലൈക്ക് സൽവാറൊക്കെ ഇട്ടിട്ട്. വെരി നൈസ്, ഭയങ്കര ഗുഡ് ലുക്കിംഗ് ആയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? ദൈവമേ കുറേ ഉണ്ട്, എവിടെ തുടങ്ങണ്ടേ? ഇങ്ങനെ പ്രോജക്ട്സ് പോയിക്കൊണ്ടിരിക്കുന്നു. ബിക്കോസ് ലൈക്ക് ഈ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന ഒരു ടേം ഉണ്ടല്ലോ, അത് കാഷ്വൽ ആയിട്ട് നമുക്ക് എടുക്കാൻ പാടില്ല. ബിക്കോസ് വാട്ട് റിയലി ഇറ്റ് മീൻസ് ഇസ് നമ്മൾ നോക്കുന്ന കുറേ പേരുണ്ട്, നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, നമ്മൾ ഓരോരോ സ്വഭാവങ്ങൾ, വാട്ട് ഡു വി സപ്പോർട്ട്, അതൊക്കെ കാണാൻ വേണ്ടി കുറേ പേര് വരുന്നുണ്ട്. സോ വി റിയലി ഹാവ് ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി ടു ബി എ ഗുഡ് എക്സാമ്പിൾ. Like I see a lot of people who don't use that influencer role for the better of the community, and it makes me sad. So I'm trying with ഞാൻ എന്ത് ചെയ്താലും, എന്ത് പ്രോജക്റ്റ് ചെയ്താലും, എന്ത് ചെയ്താലും, I try that it's not just me benefiting. It should always be a bigger percentage for the greater good. That's why we call them influencers. Exactly. Yes. And we should take it seriously. Like ഇത് ലൈറ്റ് ആയിട്ട് എടുക്കേണ്ട ഒരു പേരല്ല. It should be our responsibility to live in example, like taking action, being solution oriented, doing good for the community, being a good leader, angata.
So I try to stay on top of my responsibility at least. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുള്ള ഒരാൾ ഇവിടെ വന്നിട്ട് ലൈക്ക് ഒരു ഫോറിനർ ഇവിടെ വന്ന് ഇത്രയും ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ലൈക്ക് നോട്ട് ഒരു ചെറിയ കാര്യമല്ല, ഒരു ബിഗ് തിങ് തന്നെയാണ് ശരിക്കും. അപ്പോൾ എങ്ങനെയാ ശരിക്കും ഈ ഒരു ആൾ ഇപ്പൊ എനിക്ക് തോന്നുന്നു 18+ സ്റ്റുഡൻസിനെ ചേച്ചി പഠിപ്പിക്കുന്നുണ്ട് ഇംഗ്ലീഷ് അല്ലേ? 18,000+. അത് ഭയങ്കര ഒരു ഹ്യൂജ് കാര്യം തന്നെയാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു ശരിക്കും ഈ ഒരു ഐഡിയയിലേക്ക് എത്തിയത്, എങ്ങനെ പഠിപ്പിക്കാം എന്നുള്ള ഒരു ഐഡിയയിലേക്ക് എത്തിയത് എങ്ങനെയാ? സോ പണ്ടേ മുതൽ ഞാൻ കുഞ്ഞിൽ ഇവിടെ ആയിരുന്നു വളർന്നത്. അപ്പൊ സ്കൂളിലൊക്കെ പോയത് ഇവിടെ തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഇംഗ്ലീഷ് പഠിപ്പിക്കല്. ബിക്കോസ് എന്നെ കാണുമ്പോൾ തന്നെ പീപ്പിൾ വിൽ അസ്യൂം ഷീ നോസ് ഇംഗ്ലീഷ്. സോ ദേ വിൽ കം ആസ്ക് മീ ഡൗട്ട്സ്. ഈവൻ എന്റെ ടീച്ചേഴ്സ് പോലും ദേ വുഡ് ആസ്ക് മീ ചെറിയ കുഞ്ഞ ഡൗട്ട്സ് ഒക്കെ. അപ്പൊ അന്ന് തുടങ്ങിയൊരു പാഷനാണ്. പിന്നെ ഞാൻ ആക്ച്വലി കരിയർ ആയിട്ട് ഡിഗ്രി എടുത്തു. ഇതിന്റെ മുമ്പേ ഞാൻ ചൈന സ്റ്റുഡൻസിനായിരുന്നു ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതും ഓൺലൈൻ വഴി തന്നെയാണ്. അതൊരു 5-6 years ചെയ്തു. അപ്പം ഏകദേശം എൻ്റെ ഒരു ഇംഗ്ലീഷ് ടീച്ചിങ് ജേർണി ഇപ്പോൾ 10 years കഴിഞ്ഞു. ആൻഡ് അതിന് വേണ്ടിയിട്ടൊന്നല്ല ഞാൻ ഇൻസ്റ്റഗ്രാം തുടങ്ങിയത്. അത് ആക്ച്വലി മലയാളം ഒന്നും കുറച്ചുകൂടി നല്ലതാക്കാനും പ്രാക്ടീസ് ചെയ്യാനും ഡ്യൂറിങ് ദ പാൻഡമിക് ടൈം ഇങ്ങോട്ടേക്ക് വരാൻ പറ്റാത്തൊരു ടൈം ഉണ്ടായിരുന്നു. ആ സമയത്ത് പിന്നെ എൻട്രി ആപ്പ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. ദേ കോൺടാക്റ്റഡ് മീ. അവർ അറിഞ്ഞു ഞാൻ ഒരു ഇംഗ്ലീഷ് ടീച്ചറാണെന്ന്. സോ അവരെന്നോട് ചോദിച്ചു, വുഡ് യു ലൈക്ക് ടു ക്രിയേറ്റ് എ കോഴ്സ് വിച്ച് ക്യാൻ ബി accessible to everybody? And I was like, absolutely, because എൻ്റെ ഇൻബോക്സിൽ എപ്പോഴും വരും ഇംഗ്ലീഷ് പഠിപ്പിച്ചു തരാമോ. ബട്ട് എനിക്ക് അതിൻ്റെ ആഗ്രഹം അന്നില്ലായിരുന്നു. ബിക്കോസ് ഐ സോ ലൈക്ക് ഹൗ കൻ ഐ ടേക്ക് 1-on-1 ക്ലാസ്സസ്? അങ്ങനത്തെ ടൈം ഇല്ല. It's like you either help 5 people or you don't help anybody at all. Angana 1-on-1 classes eduthu kanyal. So Entry brought a really great solution. Adayathu recorded lessons record cheyidittu angana many people can join the classes and get the benefit instead of only like 5 or 6 1-on-1 students. So it's going really well. Kittunna feedback aanu like it keeps me motivated because adile like ഒരുപാട് students they've told me like പ്രായമായുള്ള അച്ഛന്മാരൊക്കെ ലൈക്ക് 50-60 years old, they've told me like ഇത്രയും വർഷങ്ങളായിട്ട് they've been trying to learn English. കുറേ ക്ലാസ്സസ് എടുത്തിട്ടുണ്ട്, ആ വാട്സാപ്പ് ക്ലാസ്സസ് ഒക്കെ എടുക്കാൻ നോക്കിയിട്ടുണ്ട്. ബട്ട് they weren't able to കാര്യങ്ങൾ മനസ്സിലാവും, പക്ഷെ ലൈഫിൽ അവർക്കത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ആ സമയം ആ ഓപ്പർച്യൂണിറ്റി വരുമ്പം ഇംഗ്ലീഷിൽ സംസാരിക്കാനോ എന്തെങ്കിലും പറയാനോ ആ വാക്ക് കിട്ടില്ല, അല്ലെങ്കിൽ ആ ഗ്രാമർ വരുമോ എന്ന് അവർ പേടിച്ചിട്ടൊന്നും പറയില്ല. ബട്ട് സംഹൗ ഇൻ ദ വേ ദാറ്റ് ഐ ടീച്ച്, എൻ്റെ ഒരു ടീച്ചിങ് മെത്തഡ് ഞാൻ ഭയങ്കര ആക്റ്റീവ് ഒക്കെ ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പം അങ്ങനെ ഇറ്റ് സീംസ് ദാറ്റ് their retention, their concentration is kept and they understand the vishayam and are able to use it in their life. അപ്പം അങ്ങനെ ഒരു like the feedback, it speaks for themselves, and I'm just like so happy at least I can help like in this small way for sure. അല്ല, ഞാൻ നോട്ട് ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റപ്പ് നടത്തിയില്ലേ, ലൈക്ക് ചേച്ചിയുടെ സ്റ്റുഡൻസ് ഒക്കെ ആയിട്ട് ഒരു മീറ്റപ്പ്, അതില് എല്ലാ ഏജ് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ശരിക്കും നമുക്ക് മനസ്സിലായി ഓക്കെ ഈ 18+ ഇത്രയും ആൾക്കാരില് എല്ലാ ഏജ് ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളത് അപ്പോഴാണ് ശരിക്കും. എന്റെ യംഗസ്റ്റ് സ്റ്റുഡന്റ് ഒരു 6 വയസ്സാണ്, ഓൾഡസ്റ്റ് സ്റ്റുഡന്റ് 70 വയസ്സൊക്കെ ആണ്, 65-70 ആണ്. സോ ഇറ്റ്സ് റിയലി, പക്ഷേ എൻ്റെ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ബേസിക് ലെവൽ കോഴ്സാണ്. സോ പീപ്പിൾ ആർ അറ്റ് ദ ബേസിക് ലെവൽ ഇൻ ഓൾ ഏജസ്. അഡ്വാൻസ്ഡ് കോഴ്സ് വരാനുണ്ട്, പിന്നെ കുഞ്ഞു കുട്ടികളുടെ കോഴ്സും വരാനുണ്ട്. ഈ ഒരു കോഴ്സിന് കുട്ടികൾ ചേരുന്നുണ്ട്, ബട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ലായിരുന്നു ഞാൻ റെക്കോർഡ് ചെയ്തത്. സോ അത്രയ്ക്കും ലൈക്ക് കളർഫുൾ ഡോൾസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ പഠിപ്പിക്കണ്ടേ കുട്ടികളെ, അത് ഞാൻ ചെയ്തിട്ടില്ല ഈ കോഴ്സിൽ. ബട്ട് അത് ദാറ്റ്സ് നെക്സ്റ്റ്. So yeah, I just love it. Like I love the young kids. When they're just first learning, ഒരു സ്പഞ്ച് പോലെയാണ് ആ കുട്ടികളുടെ ബ്രെയിൻ അല്ലേ, എല്ലാം അങ്ങ് എടുത്തങ്ങ് പഠിക്കാൻ ഈസിലി ആയിട്ട് വരും. And they will the rate of time to take to learn as a younger child versus an older adult, it's much quicker. വേഗം പഠിച്ചെടുക്കും കുട്ടികളൊക്കെ. So that's why everybody says bilingual ആക്ക്, trilingual ആക്ക് നിങ്ങൾ കുട്ടികളെ, like teach them English, Malayalam, Hindi all together at once. അവരതും പഠിച്ചോളും. ഇപ്പൊ കമ്മിങ് ടു യുവർ കരിയർ എല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3rd സ്റ്റാൻഡേർഡിൽ ഇവിടെ വന്നു. ഓക്കെ, അപ്പൊ 3 വയസ്സിൽ ഓക്കെ, so much younger than 3rd. അതിനു മുന്നേ പേരൻസ് ഇവിടെ ഉണ്ടായിരുന്നില്ലേ ആക്ച്വലി? സോ അച്ഛനും അമ്മയും പരിചയപ്പെട്ടത് മീറ്റ് ചെയ്തത് വേറൊരു സ്റ്റേറ്റിലായിരുന്നു, ഇന്ത്യയിൽ തന്നെ. അപ്പൊ കല്യാണം കഴിച്ചതും അവിടെയായിരുന്നു. അപ്പൊ അങ്ങനെ അവർ രണ്ടുപേര് US പോയി, ഞാൻ ജനിച്ചു. പിന്നെ ഞാൻ 3 വയസ്സായിരുന്നു അപ്പൊ അവര്
they started missing India again. ഇവിടെ അല്ലായിരുന്നോ അന്ന് കല്യാണം കഴിച്ചതൊക്കെ? അപ്പൊ ആ സമയത്ത് തുടങ്ങിയ ഒരു ഫയർ, ഒരു കേരളമായിട്ടോ അല്ല ഇന്ത്യയുമായിട്ടോ ഒരു ഇഷ്ടം. So they wanted to come back. അങ്ങനെ 3 വയസ്സിൽ they arrived. ഞാൻ കേരളത്തിലേക്ക് ആദ്യമായിട്ട് വന്നു. And I just remember like ആ സമയത്ത് UKG ആയിരുന്നു ഞാൻ ആദ്യം പഠിച്ച്, എൻ്റെ ഫസ്റ്റ് ക്ലാസ് UKG ആയിരുന്നു. I think I must have been 4 years old. And in those days like അങ്ങനെ മീഡിയ, സോഷ്യൽ മീഡിയ, ഫോൺസ് ആർക്കും ഒന്നും ഇല്ലായിരുന്നു. So for the kids in my class to see ഒരു white person, it was probably the first time. And you can tell because you know everybody was always staring, they wanted to touch my hair, you know, these little things. And in the beginning it was fun and cute, but then there was a lot of misunderstanding. I was made fun of a lot. And but ഞാൻ മലയാളം പഠിച്ചപ്പോഴായിരുന്നു ആ ഒരു ബാരിയർ, ഞാനും നിങ്ങളും തമ്മിൽ ആ ഒരു ഡിഫറൻസ് മാറിയത് മലയാളം പഠിച്ചപ്പോൾ. So learning a language and a culture really just brings you, it makes you part of that culture. It's really nice, beautiful actually. അല്ല ചേച്ചി ഇപ്പൊ ആക്ച്വലി എവിടെ പോയാലും ആ ഒരു കൾച്ചറിനെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളല്ലേ? ലൈക്ക് എവിടെ നമ്മൾ പോയാലും ആ ഒരു കൾച്ചർ അനുസരിച്ച് ജീവിക്കണം എന്ന് തിങ്ക് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോ അന്ന് അങ്ങനെയൊക്കെ ആ ഒരു ടൈമിൽ കേട്ടിട്ടുണ്ടെങ്കിലും ഇന്ന് എല്ലാവരും അങ്ങോട്ടാ റെസ്പെക്ട് ചെയ്യുന്നത്. ഇത്രയും ആളുകളെ പഠിപ്പിക്കുന്നു. ലൈക്ക് ഞാൻ കേട്ടിട്ടുണ്ട് സ്റ്റോറീസ് ഒക്കെ, സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ കുറെ കളിയാക്കലും അങ്ങനെ എന്തൊക്കെയൊക്കെ ഇഷ്യൂസ് ചേച്ചി ഫേസ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാം മാറിയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇപ്പൊ ആളുകൾ അക്സെപ്റ്റ് ചെയ്തു എല്ലാം ചേച്ചിനെ. മേ ബി ലൈക്ക് ഇപ്പോഴും നെഗറ്റീവ്സ് ഒക്കെ കേൾക്കാറുണ്ടോ ആക്ച്വലി ഞാൻ ചോദിക്കുകയാണെങ്കിൽ? ഭാഗ്യത്തിന് കൃപ കൊണ്ട് അത്രയും നെഗറ്റീവ്സ് അങ്ങനെ വരാറില്ല. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ടും ദ മെയിൻ തിങ് വാസ് ലൈക്ക് നിങ്ങൾ ആ ഷോനെ പറ്റി ഒരു ആളല്ല. ആൻഡ് ഐ അഗ്രി. That was like definitely a mistake on my part to go to that show because there's nothing like I am so not that. ഞാൻ വേറെ വൈബാണ്. ലൈക്ക് എനിവേ ഇനിയിപ്പോ ബിഗ് ബോസ് സീസൺ 5 വരാൻ പോവാണ്. അവർക്ക് കൊടുക്കാനുള്ള കുറച്ച് ഉപദേശങ്ങൾ എന്തൊക്കെയായിരിക്കും? I mean for sure like being your diverse self is so important. But this is a reality TV show in mainstream media, and what they're looking for is of course like the ratings and adokke. So viewerships endayalum venamalo. So you have to be entertaining. That's number 1. You need to be entertaining in not only one way. You have to be able to tell jokes, like comedy is a big thing. You have to be able to speak your mind. എന്ത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും you should voice your opinion. You should stand up for what you believe in. അല്ലാതെ what I did, like ഒരു small example. Okay. നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടി ആ സ്പഞ്ചില്ലേ, ആ സ്പഞ്ച് എപ്പോഴും സിങ്കിലായിരുന്നു. It just sits there. And എൻ്റെ ഒരു പെറ്റ് പീവാണ്, കഴുകി കഴിഞ്ഞിട്ട് like squeeze it and put it on the side. പക്ഷെ അതാരും ചെയ്യുന്നില്ലായിരുന്നു. സോ എനിക്ക് വേണമെങ്കിൽ അത് വലിയ സീൻ ആക്കാമായിരുന്നു. അതൊക്കെയാണ് അവിടെ വലിയ സീനൊക്കെ ആവുന്നത്. ബട്ട് ഞാൻ വിചാരിച്ചു അവരെന്തെങ്കിലും ചെയ്തോട്ടെ, ഞാനത് കാണുമ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഞാൻ ആരോടും ഒന്നും പറഞ്ഞില്ല. ബട്ട് ദാറ്റ് വാസ് മൈ ചാൻസ്. അപ്പം സം പീപ്പിൾ വിൽ ടേക്ക് എനി ചാൻസ് to make an issue, to make a scene, to get the attention of the cameras, to be on screen. Okay. But if ഞാനത് അറിയായിരുന്നെങ്കിൽ it might have been different. ഞാൻ അപ്പ തന്നെ പറഞ്ഞു. Yeah. But അങ്ങനെ നമ്മൾ now I know how to, you know, tell people to be prepared ഇങ്ങനത്തെ ഒരു ഷോ വരുമ്പം you should do these things. Of course like it was obvious. ഞാൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ പഠിച്ചൊരു കാര്യമാണ് ഈ കോംബോസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. That's very effective in Big Boss. Combos can be anything. Lovers avam, sister brother avam, best friends avam, enemies avam, Tom and Jerry avam, endu venengil avam. But people love to see that like close relationship between 2 people or even 3 people. So you know, that's something that you can see. These are all strategies. Strategy in the parayna, it's really like you go, you think, you should do that for it to be a successful TV show. Like if you don't prepare, your success is limited. But if you come with the strategy, which some people did very, very well, they will be successful. And they know they will be successful because they have it pre-planned, you know?
SmileyTrips.com, India's #1 travel and tourism company. നിങ്ങളുടെ ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ടൂർ പ്ലാനുകൾ സുഗമമായി ക്രമീകരിക്കും SmileyTrips.com. കൂടുതൽ വിവരങ്ങൾക്ക് SmileyTrips.com-ന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക. പക്ഷെ ചേച്ചി ഇപ്പൊ എന്തായാലും അവിടെ കുറച്ച് ദിവസം ചേച്ചി ഉണ്ടായിരുന്നല്ലോ. പക്ഷെ ഒരു മേ ബി ഒരു 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്ക് കഴിയുമ്പോൾ ആ ഒരു സംഭവം മനസ്സിലാവില്ലേ? ലൈക്ക് എല്ലാവരുടെയും ഒരു മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു തോട്ട് അപ്പോൾ ചേച്ചി അല്ലെങ്കിൽ ചേച്ചി ഇത് വേണ്ട, ഞാൻ അങ്ങനെ വേണ്ടാന്ന് തന്നെ മനഃപൂർവ്വം ചിന്തിച്ച് തന്നെ നിൽക്കായിരുന്നു. ലൈക്ക് എനിക്ക് കുറച്ച് അഡ്വൈസ് ഡോക്ടർ റോബൻ ഒരുപാട് സഹായിച്ചു എന്നെ ആദ്യമൊക്കെ. ലൈക്ക് ആ പാവയുടെ ഒരു കേസ് ഉണ്ടായിരുന്നല്ലോ, അതില് ഞാൻ നവീൻ ചേട്ടന്റെ പാവ എടുത്തു, ഞാൻ ഇസ്കി കൊണ്ടുപോയി. പിന്നെ എനിക്ക് ഗിൽറ്റ് ഫീലിംഗ് വന്നു, അയ്യോ ഇതെന്റെ പാവ അല്ലല്ലോ, അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ തന്നെ തിരിച്ചു കൊടുത്തു. എന്നിട്ട് ഡോക്ടർ റോബൻ എന്നെ സൈഡിലേക്ക് വിളിച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല, ദിസ് ഇസ് എ ഗെയിം, ഇറ്റ്സ് എ കോമ്പറ്റീഷൻ, ഇഫ് യു ഗെറ്റ് യു ഷുഡ് ഫൈറ്റ് ഫോർ വാട്ട് യു ഡിസേർവ് ആൻഡ് യു ഷുഡ് ബി സ്ട്രോങ് വിത്ത് ഇറ്റ്. ബിഫോർ ലൈക്ക് ഐ എം ലൈക്ക് അയ്യോ ഞാൻ അത് വേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ തിരിച്ചു കൊടുത്തു. That's my personality. But then when he started telling me, this is not the first time, കുറേ പ്രാവശ്യം he gave me some advice, then I would, but അത് അങ്ങ് മറന്നു. 2-3 ദിവസം അടിപൊളിയായിട്ട് കളിക്കും, പിന്നെ ഞാൻ വീണ്ടും പഴയ അങ്ങനെ തന്നെ. ഇപ്പൊ ക്ലീനിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു, ഇപ്പൊ സ്ട്രീറ്റ് ഡോഗ്സ്, അങ്ങനെ കുറെ കാര്യങ്ങൾ കേരളത്തിൽ തന്നെ കുറെ ഡിഫറൻസ് കൊണ്ടുവരാനായിട്ട് നോക്കുന്നുണ്ട്, വിച്ച് ഇസ് എ വെരി ഗുഡ് തിങ്. അപ്പോൾ ഇനിയും ഭയങ്കരമായിട്ട് മാറ്റണം എന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താ? I mean, I can't think of like maybe something അല്ലെങ്കിൽ ഒരു കാര്യം ഓൺ യുവർ ബക്കറ്റ് ലിസ്റ്റിൽ ഉള്ള ഒരു കാര്യമായിരിക്കാം. ലൈക്ക് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഏറ്റവും വലിയ നെക്സ്റ്റ് തിങ് ആണ് ഈ ആനിമൽ പ്രോജക്റ്റ്. So I don't want to like keep thinking of more things. Action vechittu I'll just show. So next thing is I'll continue doing these beach cleanup activities. Adu njan cheyyam. But this animal thing is like the next big thing that I want to get full on. So that might make me have to stay here more. I need to be here more, and I'm happy for that because this is something that I would love to see happen so much. Adallade like ende courses okay, I'll keep providing courses which I find will be helpful. For example, like ende interview course. Yes. Adu njan thodangiyathu it's because ende English course il I needed help. അപ്പോൾ ഞാൻ ആൾക്കാരെ ഹയർ ചെയ്യാൻ തുടങ്ങി. കോണ്ടന്റ് ഫിലിം ലൈക്ക് വീഡിയോ എഡിറ്റേഴ്സ്, ക്യാമറ ക്രൂ ഒക്കെ ഞാൻ ഹയർ ചെയ്യാൻ തുടങ്ങി. സോ ഞാൻ എൻ്റെ പേജിൽ തന്നെ പറഞ്ഞു, ഈ ഇമെയിലേക്ക് നിങ്ങളുടെ കവർ ലെറ്ററും റെസ്യൂമേ അയച്ചു തന്നാൽ ഐ വിൽ സീ. അങ്ങനെ അപ്പോൾ ആ കിട്ടി റെസ്യൂമേസും അതൊക്കെ വായിച്ചപ്പോൾ ഐ വാസ് ലൈക്ക് വാട്ട് ഈസ് ദിസ് ഇസ് എ ജോക്ക്. ലൈക്ക് ആ എഡ്യൂക്കേഷൻ ഇവിടെ മിസ്സിംഗ് ആണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. Interview, how to prepare, how to find work, how to apply to work, how to go through the interview process. Course angathoru course ivide illa. So I was like, well, let me provide a solution. So 10 maasam eduthu for me to really learn. Njan thanne kore paisa chelavaakittu njan padichu what is the most accurate, most relevant aayittulla current information. I interviewed a very top CEO, Indian from India, who got jobs in America and since then has hired, recruited over thousands of people at various levels. So angathe 2-3 aalkare njan thanne interview cheythu oru 3 hours nammal irunnu. They told me idokke venam course il vekkan, എന്നിട്ട് അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് I gave it back. They were like, this is amazing. So that's why I see a problem, and instead of complaining about this problem, why is this happening, I think, okay, how can I make a difference here? Like otherwise what's the point of just verde nammala shwasam waste aakunnu, idu complain okke cheyidittu. Do something if you can. If you can't, then ഇന്റർവ്യൂ റെസ്യൂമേ ഒക്കെ ഉണ്ടാക്കണം, അല്ലെങ്കിൽ നല്ല ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യണം എന്നുള്ളവർ തീർച്ചയായിട്ടും ആ കോഴ്സ് പോയി കാണും. ബിക്കോസ് ഞാനും ചെറിയ ഷോർട്സ് ഒക്കെ കാണാറുണ്ട്. ആദ്യം ഇന്റർവ്യൂസ് ഒക്കെ ഞാൻ അങ്ങനെ ഒരു കോഴ്സോ, ഞാനപ്പോൾ എൻ്റെ ഇത് വെച്ചിട്ടാ പിന്നെയാണ് എനിക്ക് മനസ്സിലായി ലൈക്ക് ജോബ് റിലേറ്റഡ് അങ്ങനത്തെ രീതിയിലുള്ള ഇന്റർവ്യൂസിന്റെ ക്ലാസ്സസ് ആണ് ചേച്ചി എടുക്കുന്നത് എന്നുള്ളത്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഞാൻ ഒരു പിക്ചർ കാണിക്കാം. എനിക്കിങ്ങനെ ഗൂഗിളിൽ നിന്ന് കിട്ടിയതാണ് കേട്ടാ. യോഗി കാണുന്നുണ്ടോ നിങ്ങള്? സോ ഇത് എൻ്റെ ബ്രദർ ഇൻ ലോ ആൻഡ് സിസ്റ്റർ ഇൻ ലോയുടെ പപ്പിയാണ്. ഇപ്പം ഒരു 2 years കഴിഞ്ഞ് കാണും. ചൗ ബ്രീഡാണ്. നാക്ക് ബ്ലൂ കളറാണ് ഈ ബ്രീഡിന്റെ. യോഗി ഈസ് സോ ക്യൂട്ട്.
Tell me something about Yogi. Yogi, യോഗിയുടെ പിക്ചർ ഞാനൊന്ന് കാണിച്ചേക്കാം. so Yogi is very fluffy. He likes ഇത്രയും മുടിയുള്ളൊരു ഒരു പട്ടിക്ക് they need cold weather. ഇവിടെ കൊണ്ടുവന്നാൽ that's animal abuse. Don't bring a chow chow to India. Last episode Shih Tzu and all. I don't support foreign breeds being bred in this country. Unfortunately. I mean, last episode. I mean, ആ പട്ടികളൊക്കെ കാണുമ്പം I'll give them all of my love. I love them. But ആ ബ്രീഡിങ്ങിന്റെ കാര്യത്തിന് I cannot support because ഈ രാജ്യത്ത് തന്നെ ഒരുപാട് dogs ഉണ്ട് that need help and that need a loving home. But അത് കാണുമ്പോൾ നമുക്ക് അതിനെ തൊടാൻ പാടില്ല, അതിനൊന്ന് ഭക്ഷണം കൊടുക്കത്ത് പോലില്ല. But we will spend so much money to create an animal or a breed that isn't naturally from this place. You know, മനസ്സിലായോ എൻ്റെ ഒരു പോയിന്റ്. So I cannot give my support to animal breeding, but I will always love any animal that comes to my side. So ഞാൻ നിങ്ങളെ വീട്ടിൽ വന്നാൽ ഫുൾ പട്ടിയുടെ കൂടെ ആയിരിക്കും. ആരെയും വേണ്ട. Okay, Yogi ഇപ്പം so Yogi lives now നേരത്തെ സ്പെയിനിലായിരുന്നു. So they took a flight and ഇപ്പോ വാഷിംഗ്ടൺ DC-ലാണ് അമ്മയുടെ കൂടെ, യോഗിയുടെ അമ്മയുടെ കൂടെ. പൂർണിമ എന്നാണ് പേര്, കൃഷ്ണ and പൂർണിമ. And so they're happy. Yogi is happy. Okay. Coming to your partner, അമൃതശ്രീ. അമ്മ ഇട്ട പേര് തന്നെയാണല്ലേ അമൃതശ്രീ? അപർണാന്നും അമ്മ തന്നെ ഇട്ട പേരായിരുന്നു. ഓക്കെ. ഇപ്പൊ ഈ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞപ്പോ ആളുടെ റിയാക്ഷൻ എന്തായിരുന്നു ആക്ച്വലി? So she did not want me to be in Big Boss. എക്സ്പീരിയൻസിന് വേണ്ടി കയറിക്കോ എന്നായിരുന്നു അഭിപ്രായം. പക്ഷെ ഒരു 1 month ഒക്കെ ആയിരുന്നപ്പോൾ she started thinking മതി, ഇറങ്ങി വന്നോട്ടെ, ഇറങ്ങി വാ എന്നൊക്കെ പറയാൻ തുടങ്ങി. She stopped watching it at some point because it was too much for her. She missed me so much. She saw that I wasn't like myself. എൻ്റെ സ്വഭാവമൊക്കെ ചെറുതായിട്ടൊന്ന് മാറാന്നൊക്കെ തുടങ്ങി. when she saw it, അത് ഇഷ്ടപ്പെട്ടില്ല. So like it hurt her. She wanted me to be free. So she couldn't watch anymore. Like ഒരു 1 month ഒക്കെ കഴിഞ്ഞപ്പം it was too difficult for her. So she stopped watching. But she supported me the whole time. Like she sent videos to send to me like Big Boss. Family നോടൊക്കെ പറഞ്ഞായിരുന്നു videos. She was constantly like, you know, making sure people were voting and stuff. Anganaka, she's super supportive. But private ആയിട്ടുള്ളൊരു ആളാണ്. She did not sign up for this celebrity lifestyle. So she's very private. She does not like to be in my videos. She doesn't like to be on my Instagram. She's very private. So like അതാണ് ലൈക്ക് എവിടെയെങ്കിലും ഒക്കെ ഇടക്ക് മാത്രമാണ് കാണുന്നത്. മേ ബി കൂടുതലും സ്റ്റോറീസിൽ മാത്രമാണ് കാണുന്നത്. ഞാൻ ചോദിക്കും, can I do a story? അപ്പം sometimes with some miracle she'll say, yeah, why not? അല്ലെങ്കിൽ കുറേ പ്രാവശ്യം ചോദിച്ചിട്ടാണ് she's allowing, you know, agreeing because she's like, you know, she's a doctor, she's a private, she wants her private life to be private, but suddenly like she's and even before my life wasn't like this is new for both of us. And എനിക്ക് like I'm more open to, you know, people coming talking to me. So for me like എനിക്ക് ഏകദേശം അഡാപ്റ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക്. ബട്ട് ഫോർ ഹെർ ഷീസ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്സ് നോട്ട് മൈ തിങ്. സോഷ്യലി ഉള്ള കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് അല്ലേ? She will support me regardless of anything. She will always be my biggest fan. She always tells me, remember who's your biggest fan? She will always be there to support me. She just doesn't want to be in the spotlight. ഓക്കെ. ഞാൻ നേരത്തെ ചേച്ചിയുടെ ഇന്റർവ്യൂസിൽ ചേച്ചി കുറെ നാൾ ആരോടും ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഒരു ലെസ്ബിയൻ ആ ഒരു കാര്യം ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോ കേരളത്തിൽ ഒരു അക്സെപ്റ്റൻസ് എങ്ങനെയാ ശരിക്കും? So in my just how I've seen it, ഇത്രയും വർഷം ആയിട്ടും നമ്മളെ ഏകദേശം വയസ്സിലുള്ള ആൾക്കാർക്ക് ഭയങ്കര അക്സെപ്റ്റിംഗ് ആണ്. അച്ഛൻ അമ്മ അല്ലെങ്കിൽ ഒന്നും അല്ലല്ലോ നമുക്ക് കാണുമ്പോ അങ്ങനത്തെ നമുക്ക് എല്ലാവർക്കും. ബട്ട് ലൈക്ക് നമ്മൾ അച്ഛൻ അമ്മമാർക്കൊക്കെയാണ് ഇപ്പോഴും മേ ബി ദേ വിൽ ബി സപ്പോർട്ടീവ് ഓഫ് സംബഡി എൽസ്. പക്ഷെ അവരുടെ സ്വന്തം കുട്ടിയാകുമ്പോഴാണ് they can't accept it. So till you are able to accept your child like whatever way they end up,
if you want to have an open relationship with them, കാര്യങ്ങളൊക്കെ തുറന്ന് പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ, then we have to practice to be more accepting. Like ആരായാലും, it's literally the one job of a parent is to unconditionally love and support their child. Make sure that they're safe. Make sure that they're getting the love and the support that they need. Life is hard, and for a gay person, it's even harder because most people don't support it. And to a certain extent, we support it, but then if it's our brother or if it's our child, we can't again. So I think ഇനി ഒരു 10 വർഷം എടുക്കും തോന്നുന്നു. Seriously. ഒരു 10 വർഷം minimum എടുക്കും for it to be like normal. We'll see. So ഒരു പോയിന്റും കൂടി പറയാം ഈ ഒരു ടോപ്പിക്കിൽ. In the West, like 50s 60s ഇതിൻ്റെ ഒരു റെവല്യൂഷൻ തുടങ്ങിയത്. സോ അവിടുത്തെ ഉള്ള സംസ്കാരമാണ് ഇപ്പോൾ ലൈക്ക് ഇത് നോർമലായി വരുന്നത്. ബട്ട് ഇൻ ഇന്ത്യ ഇവിടുത്തെ സംസ്കാരം അല്ല ഇപ്പോഴും. മേ ബി ഫ്യൂച്ചർ ഒരു 10-20 ഇയേഴ്സ് ഒക്കെ കഴിയുമ്പോൾ മേ ബി ആവാം. ബട്ട് ഫോർ മീ, ഞാനൊരു ഫോറിനറായിട്ട് ഇങ്ങോട്ടേക്ക് വന്നു. ഇറ്റ്സ് നോട്ട് മൈ പ്ലേസ് what is right, what is wrong ഒക്കെ പറയാൻ. ബിക്കോസ് ഞാനും ഒരു ഫോറിനറാണ്. എൻ്റെ സംസ്കാരങ്ങളും എൻ്റെ വളർന്നു വന്നത് അതും എല്ലാം ഡിഫറെൻ്റ് ആണ്. സോ I am nobody to come here. ഞാൻ ചെയ്യുന്നത്, I live my life, I try to be a good person. ഞാൻ എങ്ങനെയെങ്കിലും ഞാൻ തന്നെ എക്സാമ്പിൾ ആണെന്ന് കാണിക്കാൻ in this ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം ലെറ്റ് മീ ബി എ ഗുഡ് പേഴ്സൺ. അപ്പോൾ അതെങ്ങനെ കണ്ട് മനസ്സിലാക്കാമല്ലോ ആൾക്കാർ. അല്ലാതെ പറയുന്ന it's difficult. ഈ ഒരു ടോപ്പിക് ഡിഫിക്കൽട്ട് ആണ് കാരണം it's not accepted here, and history has to play itself out. അതെങ്ങനെ പറയും മലയാളത്തിൽ? ലൈക് ചരിത്രം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേ ഇരിക്കണം. അതിങ്ങനെ നടന്നുകൊണ്ടേ ഇരുന്നാലാണ് അത് മാറി മാറി വരുള്ളൂ ആക്ച്വലി. എനിവേ എനിക്ക് തോന്നുന്നു ഇപ്പൊ ചേച്ചി പറഞ്ഞല്ലേ, നമ്മുടെ ജനറേഷൻസിനൊക്കെ അത് അത്ര ആവില്ല. മേ ബി അത് കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും 10 years ഒക്കെ മേ ബി എടുക്കുമായിരിക്കുമല്ലോ. ഞാനും അതിങ്ങനെ ആലോചിക്കുകയായിരുന്നു. ബിക്കോസ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ലൈക്ക് എൻ്റെ ഇൻബോക്സിൽ തന്നെ ഒരുപാട് മെസ്സേജ് ഉണ്ട്, ചേച്ചി ഞാനും ഇങ്ങനെയാണ്, പക്ഷെ എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ ആരുമില്ല. ഞാൻ എൻ്റെ പാരൻസിനോട് ഞാൻ എന്ത് പറയും, പാരൻസിനോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പുറത്താക്കും. സോ ഇപ്പോഴത്തെ ലൈക്ക് നമ്മളെ കുഞ്ഞ് കമ്മിങ് ഔട്ട് ഗേൾസിനൊക്കെ ദേ ഹാവ് ടു മേക്ക് എ ഡിസിഷൻ. ഒന്നെങ്കിൽ സീക്രട്ടായിട്ട് ആരോട് പറയാതെ ഇവൻ കല്യാണം കഴിച്ചു, but they'll just live the normal life. പക്ഷെ ഉള്ളിലിട്ടുള്ള ഫീലിങ്സ് only they know, maybe some few people will know. അല്ലെങ്കിൽ തുറന്ന് പറയുകയാണെങ്കിൽ they have to accept ചിലപ്പോൾ എൻ്റെ പാരൻസ് എന്നെ സ്വീകരിക്കില്ല, പുറത്താക്കും എന്നുള്ള കാര്യം. So it's a big decision for these people to make, and they're young people. They have to decide, ഒന്നെങ്കിൽ I'll have a relationship with my family and live in sadness, not being myself, അല്ലെങ്കിൽ I have to leave. They are making ഈ ഡിസിഷൻസ് ആണ് ഇപ്പോഴത്തെ ആൾക്കാർക്ക് എടുക്കാൻ ബുദ്ധിമുട്ട്. അവർ പറയുന്നതാണ് എന്നോട്. എൻ്റെ ഇൻബോക്സിൽ ഒരുപാട് സ്റ്റോറീസ് ഉണ്ട് ഇങ്ങനത്തെ. 2-3 ഫ്യൂ കേസസിൽ പാരൻസിനോട് പറഞ്ഞിട്ടും അവർ അക്സെപ്റ്റഡ് ആണ്. ഈ ഫാമിലീസിലൊക്കെ ലൈക്ക് ദേ വിൽ ഗ്രോ ആസ് എ ഫാമിലി സോ ടൈറ്റ്. ബോത്ത് വേസ്, 2 വേയിലും ഫുൾഫില്ലിങ് ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും. ബിക്കോസ് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് പറയാം, ഉപദേശിക്കാവും ചെയ്യാം. We want you to be happy. But ഒരു പ്രാവശ്യം കൂടി ഞാൻ പറയാണ്, അവിടുത്തെ സംസ്കാരം വേറെ, ഇവിടുത്തെ സംസ്കാരം വേറെ. ആൻഡ് ചേച്ചിയുടെ പാരൻസിനൊക്കെ ആക്ച്വലി പറഞ്ഞപ്പോൾ തന്നെ ഓക്കെ ആയിരുന്നില്ലേ ഇതൊക്കെ? യെസ്, ബിക്കോസ് ലൈക്ക് ഐ സെഡ് അവർ വേറെ സംസ്കാരത്തിൽ നിന്നാണ് ജനിച്ചതും വളർന്നതൊക്കെ. സോ ഇതൊക്കെ അച്ഛനും അമ്മയുടെ പ്രായത്തിൽ ലൈക്ക് when they were my age അവരുടെ സ്കൂളിൽ തന്നെ ഓൾറെഡി ഇത് കോമൺ ആയിരുന്നു. മനസ്സിലായോ? സോ അന്നേ മുതൽ കാണുന്ന ഒരു ഇറ്റ്സ് നോട്ട് ദ ഫസ്റ്റ് ടൈം ദാറ്റ് ദേ ആർ സീയിങ് ഓർ ദേ ആർ ഹിയറിംഗ് ഇങ്ങനത്തെ ഒരു സ്റ്റോറി. സോ അങ്ങനത്തെ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ പറഞ്ഞിട്ടും ഇൻ അമേരിക്ക ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരും ഉണ്ട്. എവിടെ പോയാലും we have to be very careful. നമ്മൾ പബ്ലിക് ആയിട്ട് നിൽക്കുമ്പം ലൈക്ക് you always have to be a little bit reserved, more than a straight couple. Like if maybe people are intolerant here, accept ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ maybe they can abuse you. There's in so many stories where people go into like gay bars and shoot everyone
That's targeted homophobia, and they go and kill them. They're not just bullying, you know, they're ending their life. That's a hate crime. And this is very common. എവിടെ പോയാലും